അസ്സലാമു അലൈക്കും. ലെനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു അടിപൊളി സോഫ്റ്റായ ഒരു ഹലുവൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അത് ഞാൻ കപ്പയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതിന് തൊലി കളഞ്ഞെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കപ്പ അത്യാവശ്യം പൊടിയും നല്ല വേവണ സൈസ് കപ്പയാണ്. ഇങ്ങനത്തതാണ് ഇതിലേക്ക് വേണ്ടത്. കപ്പ നന്നായി കഴുകിയെടുത്തതിൻ്റെ ശേഷം ഞാൻ ഗ്രേറ്റർ ഇല്ലാത്തവർക്ക് ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കേണ്ടി വരും. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് പറയാൻ വാക്കുകളുണ്ടാവില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. കപ്പയാണെന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇതൊന്ന് പുഴുങ്ങിയതിൻ്റെ ശേഷം ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിലും അങ്ങനെയും നല്ലതാണ്. പക്ഷേ വെള്ളം ചേർത്തിട്ട് പുഴുങ്ങിയെടുക്കരുത്. ആവിക്ക് വേവിച്ചെടുത്തതിൻ്റെ ശേഷം വേണ്ടി വരും ചെയ്യാൻ. ഇപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്ത് ഞാൻ ആവിക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഓട്ടപാത്രമാണ് ഞാൻ വെച്ചിട്ടിട്ട്, മറ്റത് ഇഡ്ഡലിൻ്റെ സ്റ്റീമറിൽ വെച്ചിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞേക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു കപ്പി കൂടിയാണ്. ഞാൻ അടുത്തത് ഞാൻ ശർക്കര ഉരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ശർക്കര 3 അച്ചേ എടുത്തിട്ടുള്ളൂ. ഇതിൽ ഞാൻ ഈന്തപ്പഴം കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശർക്കര കൂടുതൽ കൂട്ടാത്തത്. ഈന്തപ്പഴത്തിൽ തന്നെ നല്ല മധുരം ഉണ്ടാവുമല്ലോ. ശർക്കര മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇനി കപ്പലണ്ടി വറുത്തെടുക്കാം. പാൻ ചൂടായതിൻ്റെ ശേഷം ഞാൻ ഒരു കപ്പ് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തത്. ലോ ഫ്ലെയിമിൽ വേണം അത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഞാൻ ഇതിലേക്ക് ഉപ്പോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ ഇത് നന്നായി ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. തൊലികളൊക്കെ പോരൽ തുടങ്ങി. ഇത് നമ്മൾ വാങ്ങണ അതേ മൂപ്പായി കഴിഞ്ഞാൽ ഇത് കോരി മാറ്റാം. ഇതിപ്പോൾ ഞാൻ മാറ്റിയിട്ട് വേറെ ഞാൻ ഇനി ഇതിലേക്ക് ബദാം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പിടി ബദാമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് എന്താ വേണ്ടത് നട്ട്സുകളൊക്കെ ചേർക്കട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ ചേർക്കണത്. ഇതുണ്ടാക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലേതാ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെളുത്ത എള്ളി ഞാനൊരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് വറുത്തെടുക്കാം. ഇപ്പം എള്ള ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് വേറെ ഒരു പാനിലേക്ക് ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി നന്നായി തിളച്ച് വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ റവയും ചേർത്ത് കൊടുക്കാം. അത് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കപ്പ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. മധുരം പിടിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ചേർക്കണം. ഒന്നിച്ച് ചേർത്തെടുത്താൽ ഇളക്കാൻ കഴിയൂല എത്തിയിട്ടാണ് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇപ്പോൾ കപ്പ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കടല തൊലി കളഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചെറുതായി ക്രഷ് ചെയ്ത് കണ്ട് ബദാമും ചേർത്ത് കൊടുത്തു. ഇതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്ത് കണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും നല്ലതാണ്. ഞാൻ ലാസ്റ്റാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് ഈത്തപ്പഴം, നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മധുരം കമ്മിയാക്കി എടുത്തത്. ശർക്കര കമ്മിയാക്കിയാണല്ലോ എടുത്തത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് വേണ്ടി വരും. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടി ഞാൻ. അതൊക്കെ ഓപ്ഷനിലാണ്. നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നെയ്യ് പറ്റാത്തവർക്ക് ഒഴിവാക്കും ചെയ്യാം.
ഇത് ചെറിയ തീയിൽ വേണം ഇത് നമുക്ക് ഇളക്കിയെടുക്കാൻ. ഇപ്പം ഇത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി ഞാൻ ചൂടാറിയതിൻ്റെ ശേഷം നല്ലോണം തണുപ്പ് പോയതിൻ്റെ ശേഷമാണ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഞാൻ പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇത് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഇനി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ ഞാൻ നെയ്യ് തടവി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഇനി ഫുള്ള് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാണ്ട്. ഇതിന് ഞാൻ ഹലുവ എന്ന് പറയണില്ല, എന്താന്ന് പറയണ്ടത് എനിക്കറിയില്ല. എനിക്കൊരാൾ പറഞ്ഞു തന്ന റെസിപ്പിയാണിത്. ഇപ്പോൾ ഇത് ഇനി നിങ്ങളെ റോൾ ചെയ്ത് കൊടുക്കാം. നമ്മളെ കൈമ ഒട്ടിപ്പിടിക്കാതെക്കാനും നല്ല ഇതിൽ ക്ലിയറിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യണത്. എവിടെയും കൈമലോ ഒന്നുമലോ ആവും ചെയ്യൂല. ഇത് കുട്ടികൾക്കും വലിയവർക്കും നല്ല ഹെൽത്തി ആയിട്ടൊരു സ്നാക്സ് കൂടിയാണ്. ഹലുവ എന്ന് പറയും ചെയ്യാം. ഹലുവൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ. ഇതിൻ്റെ മീതെ ഞാൻ ഈ വറുത്ത് വെച്ച വെളുത്ത എള്ളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സാണിത്. ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. ഇത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഒരു നിർബന്ധമല്ല. നമുക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി റോൾ ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിൻ്റെ ശേഷം കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഞാനതൊന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ചൂടാറിയതിൻ്റെ ശേഷം ഇപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം കേട്ടോ, ആ സമയം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ഇനി റോളിൽ നിന്ന് ഞാൻ എടുത്തതിൻ്റെ ശേഷം അത് പീസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടിയത് വെച്ചാൽ അതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ് ഞാൻ ഇത് റോൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു പീസാക്കിയാണ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റണില്ല, ലോങ് ആയിട്ട് എടുക്കുകയാണെങ്കിലുള്ളൂ കിട്ടുക. അത്രക്കും നല്ല വലിയ ഇതാണ്. ഒരു കപ്പയും ബാക്കി നട്ട്സുകളൊക്കെ ഉണ്ടല്ലോ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലേറെ നല്ല ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ ആ വലിയ ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെയാണ് ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തത്. കണ്ടോ, ഇത് കട്ട് ചെയ്തിട്ട് അടിപൊളി സ്നാക്സാണ്. ഇതിൽ കാണുന്നിലേറെ സൂപ്പർ കഴിക്കാനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാഹ്. അടുത്ത വീഡിയോക്കുമായി കാണാം. ബൈ.